ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്നേഹക്കോട് സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന തിങ്കളാഴ്ചത്തെ വീക്കെൻഡ് പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ പല്ലവിയും സേതുവും കൂടി ചേർന്ന് മയൂരിനെ കാണുന്നുണ്ട്. മയൂരി പറയുന്നുണ്ട്, അച്ഛൻ ആ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞത്, ആ വിവാഹം ഒരിക്കലും നടക്കില്ലെന്ന് അച്ഛനെ മനസ്സിലായത് കൊണ്ട് തന്നെയാണ്. അതെന്താ നടക്കില്ലെന്ന് അച്ഛൻ ഇത്ര ഉറപ്പിച്ചു പറയാൻ കാരണം? അത് വേറൊന്നുമല്ല, കുറെ നാൾക്ക് മുമ്പ് നിങ്ങൾ അറിയാത്തൊരു കാര്യമുണ്ട്. ആ പയ്യൻ എന്നെ കാണാൻ വന്നിരുന്നു. ആ സമയത്ത് അച്ഛനെ അയാൾ അടിച്ചു ഒതുക്കിയാണ് വിട്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ആ വീട്ടുകാരിനി ഈ വിവാഹത്തെ സമ്മതിക്കണമെന്ന് അച്ഛന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത്, എന്തായാലും ആ വിവാഹം നടത്തി കാണിക്കാന്നുണ്ടെങ്കിൽ അമ്മേനെ തിരിച്ചു വിളിക്കാന്ന്. എന്തായാലും കുഴപ്പമില്ല, നിന്റെ അച്ഛനോട് ഞങ്ങള് എന്തായാലും പറഞ്ഞതല്ലേ ഈ വിവാഹം നടത്തി കൊടുക്കുമെന്ന്. ഞങ്ങളെ കൊണ്ട് മാക്സിമം ആവുന്ന വിധം ഞങ്ങളൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് സേതു പറയാണ്. ആ സമയത്ത് പല്ലവി പറയുന്നുണ്ട് സേതുവിനോട് വീട്ടിലെത്തുമ്പോ, അല്ല ഇത് നടക്കോ സേതു ഏട്ടാ, എനിക്കറിയില്ല. അതിന് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആ പയ്യന്റെ വീട്ടിലൊന്ന് പോയി സംസാരിച്ചു നോക്കാം എന്ന് പറയാണ്. അല്ല, നമ്മൾ ആരാണെന്ന് പറഞ്ഞു പോയി സംസാരിക്കും എന്ന് പല്ലവി ചോദിക്കുമ്പോ, അത് ഞാൻ സേതു ആണെന്ന് തന്നെ പോയി സംസാരിക്കാം. അല്ല, അവരുടെ മുമ്പിൽ സേതു വേറൊരു ആളല്ലേ, ഇന്ദ്രനാണല്ലോ അവരുടെ മുമ്പിൽ സേതു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞ അവര് വിശ്വസിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. അവർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലാവട്ടെ, അതല്ലെന്നുണ്ടെങ്കിൽ ആ പയ്യന്റെ നിലപാട് എന്താ നമ്മൾ അറിയണം. മയൂരി പറഞ്ഞു വെച്ച് നോക്കുകയാണെങ്കിൽ ആ പയ്യനെ മയൂരിനെ വല്ലാത്ത ഇഷ്ടമാണ്, നമുക്കൊന്ന് സംസാരിച്ച് നോക്കാം എന്ന് പറയാണ്. അതിനുശേഷം നമ്മുടെ പല്ലവിയും സേതുവും കൂടി ചേർന്ന് പയ്യന്റെ വീട്ടിലേക്ക് പോവാട്ടോ. അപ്പൊ ആ പയ്യന്റെ അച്ഛനും അമ്മയൊക്കെ അവരെ ആട്ടി ഓടിക്കാണ്. നിങ്ങൾ പറഞ്ഞ കഥയൊന്നും ഞങ്ങൾക്ക് കേൾക്കണ്ട, എന്തായാലും ശരി ഈ വിവാഹം നടക്കില്ല. അങ്ങനത്തെ ഒരു കുടുംബത്തിൽ നിന്ന് ഞങ്ങളുടെ പയ്യനാ വേണ്ടെന്ന പെണ്ണ്, ഞങ്ങളുടെ പയ്യനെ വേറെ പെണ്ണെ നോക്കിക്കോളാം. പക്ഷെ ഇവൻ എന്താ ആ പെണ്ണിനെ മാത്രം മതി എന്ന് പറഞ്ഞ് നിൽക്കുന്നോണ്ടാ ഇത്ര നാള് വിവാഹം നടക്കാത്തത്. അല്ലെങ്കിൽ എത്ര ബന്ധങ്ങൾ ഇങ്ങോട്ടേക്ക് ആലോചിച്ചു വന്നേന്ന് അറിയാവോ? അപ്പൊ പയ്യനോട് സേതു ചോദിക്കണ്ട്, നിനക്ക് എന്റെ അനിയത്തി മയൂരിനെ ഇഷ്ടമാണോ? ഇഷ്ടമാണല്ലോ. പിന്നെ ആ വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. പാരന്റ്സ് ആകുമ്പോ അതൊക്കെയല്ലേ ശ്രദ്ധിക്കുള്ളൂ. അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചത്. എനിക്ക് മയൂരിനെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണ് എന്ന് പറയാണ്. സേതുവും പലവും പറയണ്ട, മതി ഈ ഒരു വാക്ക് മാത്രം ഞങ്ങൾക്ക് കേട്ടാ മതി എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുവാട്ടോ. ശേഷം വീട്ടിൽ വന്ന് ആലോചിക്കുകയാണ്, എന്താ ചെയ്യാ, മയൂരിനെ ആ പയ്യനെ ഒന്നിപ്പിക്കണം, അതേസമയം വേണു സാറിനെ കൊണ്ട് തന്നെ അമ്മേനെ തിരിച്ചു വിളിപ്പിക്കണം. അതിനെന്താ ഒരു പ്ലാൻ എന്ന് ആലോചിക്കുകയാണ്. പല്ലവി പറയണ്ട്, ഒരു അടിപൊളി പ്ലാൻ ഉണ്ട്. മയൂരിയും ആ പയ്യനും തമ്മിൽ ഇഷ്ടത്തിലാണെന്നുണ്ടെങ്കിൽ ആർക്കും ആ ഇഷ്ടം വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല, എതിർക്കാനും പറ്റില്ല. അതുകൊണ്ട് അങ്ങനത്തെ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്താലോ? അല്ല, അത് ശരിയാകോന്നേ മയൂരി എടുത്ത് പറ. എന്തൊക്കെ വന്നാലും അവനെ മാത്രമേ വിവാഹം കഴിക്കുന്നു, ഒറ്റക്കാലി നിൽക്കാനായിട്ട്. എങ്കിൽ നമുക്ക് അങ്ങനെ ശ്രമിക്കാം എന്ന് സേതുവും പറയാണ്. അതിനുശേഷം ആ പയ്യനും മയൂരിയും കൂടി പ്രണയത്തിലാവാട്ടോ. പ്രണയം എന്ന് വെച്ചാൽ കട്ട പ്രണയം. അതേ കയ്യോടെ പിടിക്കാൻ നമ്മുടെ വേണു വണ്ടിയിൽ വരുന്ന സമയത്ത് മയൂരിയും അവനും കൂടി കറങ്ങി നടക്കുന്നത് കാണാണ്. വേഗം തന്നെ വണ്ടി നിർത്തി വേണു ചോദിക്കുന്നുണ്ട്, മോളെ നീ എന്തിനാ ഇവന്റെ കൂടി ഇങ്ങനെ കറങ്ങി നടക്കണത്? അച്ഛാ, എനിക്ക് ഇയാളെ ഇഷ്ടമാണ്, ഇയാളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ. ഇദ്ദേഹത്തിനും അങ്ങനെ തന്നെയാണ്, എന്നെ മറക്കാൻ പറ്റുന്നില്ല, എന്നെ മാത്രമേ വിവാഹം കഴിക്കുള്ളൂ എന്നാണ് ഇദ്ദേഹവും പറയണത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രണയിക്കുകയാണ് അച്ഛാ, അച്ഛനും അമ്മക്കും സമ്മതാണെങ്കിൽ ഞങ്ങളുടെ വിവാഹം നടത്തുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ഓഹോ, നീ അപ്പ സേതുവിന്റെ പല്ലവിയുടെ കൂടെ ചേർന്ന് എന്നെ തോൽപ്പിക്കാനുള്ള ഉദ്ദേശമാണല്ലേ? അച്ഛ, തോൽപ്പിക്കാനുള്ള ഉദ്ദേശമൊന്നുമല്ല. എന്റെ മനസ്സിൽ അച്ഛനറിയില്ല എന്റെ മനസ്സ് എന്താണ്. ഞാൻ ആദ്യമായിട്ട് പ്രണയിക്കുന്ന ആള് ഇദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന്റെ വിവാഹം കഴിക്കാനാണ് അച്ഛാ എനിക്ക് താല്പര്യം എന്ന് മയൂരി മുഖത്ത് നോക്കി പറയാണ്. അപ്പൊ നമ്മുടെ വേണു അവിടെ തോറ്റു പോകുവാട്ടോ. കാരണം മോളെ അയാളെ മതി എന്ന് പറഞ്ഞു, അയാളും മോളെ മതി എന്ന് പറഞ്ഞു. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? അങ്ങനെ അവര് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കാണ് വേണു. ഇനിയിപ്പൊ അവര് വിവാഹം കഴിക്കട്ടെ, എന്തായാലും ഞാൻ പെറ്റില് തോറ്റു പോവല്ലോ, ഞാൻ ലക്ഷ്മിനെ കൂട്ടിക്കൊണ്ടേണ്ടി വരുമല്ലോ എന്നൊക്കെയാണ് നമ്മുടെ വേണു ആലോചിക്കുന്നത് കേട്ടോ. അതേസമയം നമ്മുടെ ഋതു ആണെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടാണ്. ഋതുവിന്റെ പോക്ക് കാണുമ്പോ അപ്പൊ പൂർണിമക്ക് എന്തോ സംശയം തോന്നാണ്. പൂർണിമ ചോദിക്കുന്നുണ്ട്, അല്ല ഋതു, നീ ഇത് എവിടേക്കാ പോണത്? എനിക്ക് ഇഷ്ടമുള്ള അടുത്ത് പോവാ. എടി, അങ്ങനെ ഇഷ്ടമുള്ള സ്ഥലത്തേക്കൊന്നും പോകാൻ പറ്റില്ല, നിന്റെ പ്രസവം അടുത്തോണ്ടിരിക്കുകയാണ്, അങ്ങനെ കണ്ടെടുത്തൊന്നും പോയി നടക്കാൻ പറ്റുമൊന്നുമില്ല. അമ്മേ പ്ലീസ് അമ്മേ, ഞാൻ പറഞ്ഞു, എനിക്ക് ഈ കുഞ്ഞൊരു ഭാരമാണ്, എനിക്ക് പോകുന്നിടത്തൊക്കെ പോണം, ഫ്രീ ആയിട്ട് നടക്കണം. എടി, അങ്ങനെ നീ ഒരുപാട് നടന്നിട്ടുണ്ടല്ലോ, പക്ഷെ ഇപ്പൊ അങ്ങനെ നടക്കാൻ പറ്റില്ല. ഇപ്പൊ നീ ഒരാളല്ല. തുടങ്ങി അമ്മയുടെ ഉപദേശം. ഞാൻ പോകുവാണ് എന്ന് പറഞ്ഞിട്ട് ചെവി പൊത്തി പിടിച്ചിട്ട് ഇങ്ങനെ പോകുവാട്ടോ അവിടെ നടന്നിട്ട്. ഋതു നേരെ പോണത് വേറെ എവിടെയല്ല, നമ്മുടെ ഒരു നേഴ്സിന്റെ അടുത്തേക്കാണ്. അതായത് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ നേഴ്സ്, അവരെല്ലാ കൊള്ളരുതായ്മയും ചെയ്യുന്ന ഒരു നേഴ്സാട്ടോ. അതായത് ഒരാൾക്ക് ഇപ്പോ ഒരു കുഞ്ഞിനെ വേണ്ട, അവർക്ക് പ്രസവിച്ചിട്ട് ആ കുഞ്ഞിനെ ഉപേക്ഷിക്കണം, വേറൊരാളെ ഏൽപ്പിക്കണം എന്നാണെങ്കിൽ അത് അങ്ങനെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു സ്ത്രീ നേഴ്സാണത്. അപ്പൊ ആ നേഴ്സിന്റെ അടുത്തേക്ക് തന്നെയാണ് ഋതു ചെന്നു പെട്ടണത്. ഋതു ആ നേഴ്സിനോട് തന്റെ
കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നുണ്ട്. തനിക്ക് പറ്റിയ അബദ്ധവും താനിപ്പോ പ്രഗ്നന്റ് ആയതും എല്ലാം തന്നെ തുറന്നു പറയാണ് നമ്മുടെ ഋതു കേട്ടോ. അപ്പൊ തന്നെ നേഴ്സ് പറഞ്ഞ മാഡം ഒന്നും കൊണ്ട് പേടിക്കണ്ട, എനിക്കറിയാവുന്ന ഒരു ഡോക്ടർ ഉണ്ട്, മാഡത്തിന് പ്രസവം, അതായത് പ്രസവം വരെ കാത്തിരിക്കണ്ട, വയറ് കീറി കുഞ്ഞിനെടുക്കും, എന്നിട്ട് കുഞ്ഞിനെ വേണ്ടവരുണ്ടല്ലോ, അത് കുഞ്ഞിന് ഒരുപാട് പേർക്ക് ആവശ്യമുണ്ടല്ലോ, അവർക്ക് കുഞ്ഞിനെ കൈമാറും, മാഡം ഫ്രീ ആകും. എങ്ങനെയുണ്ട്? അത് കൊള്ളാം, എങ്കിൽ എനിക്ക് ഇപ്പൊ തന്നെ ആ ഡോക്ടറെ ഒന്ന് കാണണമായിരുന്നു എന്ന് പറയാണ്. അത് പറയുമ്പോ തന്നെ നമ്മുടെ ആ നേഴ്സ് വേഗം തന്നെ ആ ഡോക്ടറിന്റെ അടുത്തേക്ക് ഋതുവിനെ കൊണ്ടുപോവാട്ടോ. ഡോക്ടറോട് ഋതു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് തനിക്ക് ഈ കുഞ്ഞിനെ വേണ്ടെന്നും തനിക്ക് പറ്റിയ അബദ്ധമാണ് ഇതൊന്നും, അതുകൊണ്ട് തന്നെ ഡോക്ടർ എത്രയും പെട്ടെന്ന് വയറ് മുറിച്ചിട്ടാണെങ്കിലും സിസേറിയൻ ചെയ്താണെങ്കിലും ഈ കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കണം, എന്നിട്ട് എന്നെ ഒന്ന് ഫ്രീ ആക്കി വിടണം, കുഞ്ഞിന് ആവശ്യമുള്ള ഒരുപാട് പേരുണ്ടാവുമല്ലോ എന്റെ കൺവെട്ടത്ത്, ഇനി ഇതിനെ കണ്ടുപോകരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ ഋതു ആ ഡോക്ടറെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടോ. ശരി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഋതുവിനെ അവിടെ നിന്ന് പൊക്കിയെടുക്കാൻ വേണ്ടി ആരോ വരുന്നുണ്ട് കേട്ടോ, അതായത് ഗുണ്ടകളും ആരോ വരുന്നുണ്ട്. അതിലല്ല വലിയ കാര്യം, നമ്മുടെ ഋതു ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയ കാര്യം സേതുവും പല്ലവി അറിയുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും അവരെ അറിയുമ്പോഴേക്കും ഒരുപാട് താമസിച്ചായിരുന്നു കേട്ടോ. കാരണം ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലൊക്കെ സിസേറിയൻ ചെയ്ത് പുറത്തേക്ക് എടുത്ത് ആ കുഞ്ഞിനെ ആരുടെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചത് ആരും അറിയരുത്, ആരുടെങ്കിലും കയ്യിൽ ഏൽപ്പിച്ച് അവിടെ നിന്ന് മുങ്ങാനാണ് ഋതുയുടെ പ്ലാന്. അങ്ങനെ മുങ്ങാനായിട്ട് ഋതു വിചാരിക്കുമ്പോ തന്നെ ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഇന്ദ്രൻ അറിയുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ആ നേഴ്സ് ഉണ്ടല്ലോ അത് ഇന്ദ്രന്റെ ആരെങ്കിലും ആവാനാണ് വഴി. അപ്പൊ ഇന്ദ്രൻ അറിയുമ്പോ ഇന്ദ്രന് ഷോക്കായി പോവാണ്. ഓഹോ, അവളപ്പോ ആ എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള പുറപ്പാടാണല്ലോ, നിനക്ക് കാണിച്ചു തരാടി ഞാൻ, എനിക്ക് നിന്നെ ഇഷ്ടമല്ലായിരിക്കും, പക്ഷെ എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം എന്നൊറ്റ പ്ലാനിലാണ് ഇന്ദ്രൻ. അപ്പൊ ആ കുഞ്ഞിനെ ഇന്ദ്രൻ തന്നെ ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുക കേട്ടോ. അതേസമയം വീട്ടിലതിന് ഇന്ദ്രനെ ഞെട്ടിച്ചോണ്ട് വേറൊരു കാഴ്ച അവിടെ കാണാണ്. വീട്ടിൽ ആരുമില്ല, വിശ്വനാണെങ്കിൽ ജോലിക്ക് പോയി. നമ്മുടെ രാജലക്ഷ്മി അമ്പലത്തിൽ പോയിരിക്കുന്ന സമയത്ത് പാറുവാണെങ്കിൽ തുണി വരിക്കാൻ വേണ്ടി മുകളിലേക്ക് പോയിരിക്കുക കേട്ടോ. പാറുവിന് മുകളിൽ വിളിച്ച തുണി വയ്ക്കാൻ പോയ പാറു ബോധം കെട്ട് അവിടെ വീഴുവാണ്. പക്ഷെ പാറു മുകളിലുള്ള കാര്യമൊന്നും നമ്മുടെ ഇന്ദ്രൻ അറിയില്ല. ഇന്ദ്രൻ എന്തോ ആവശ്യത്തിന് മുകളിൽ പോകുമ്പോഴാണ് പാറു അവിടെ തല കറങ്ങി വീണ് കിടക്കണ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ദ്രൻ വേഗം തന്നെ പാറുവിനെ പൊക്കിയെടുത്തോണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോട്ടോ. അപ്പൊ ഡോക്ടർമാര് പറയുന്നുണ്ട് പെട്ടെന്ന് ആൾക്കൊരു ഷോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായതാണ്, പെട്ടെന്ന് എത്തിച്ചുകൊണ്ട് കുഞ്ഞിന്റെ അമ്മയുടെ ജീവനെ രക്ഷപ്പെടുത്താൻ സാധിച്ചു, അല്ലെങ്കിൽ കുഞ്ഞിന്റെ ജീവൻ എന്തായാലും നഷ്ടപ്പെട്ടാനെ. ഒരു 10 മിനിറ്റ് വൈകിയെങ്കിൽ കറക്റ്റ് സമയത്താണ് എത്തിച്ചത്, അതുകൊണ്ട് ഇന്ദ്രൻ വലിയൊരു ആളാണ് എന്നൊക്കെ ഡോക്ടർ പറയണം. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഈ കാര്യം പല്ലവി അറിയുന്നുണ്ട്. പല്ലവി അപ്പൊ തന്നെ ഹരിനെ വിളിച്ചുകൊണ്ട് ഓട്ടോറിക്ഷയില് വേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. അപ്പൊ ഹോസ്പിറ്റലിൽ പോകുമ്പോഴേക്കും ഡോക്ടർ പറയുന്നുണ്ട് കറക്റ്റ് സമയത്ത് ഇവിടെ പാറുവിനെ എത്തിച്ചുകൊണ്ട് മാത്രമാണ് പാറുവും കുഞ്ഞും രക്ഷപ്പെട്ടത് എന്ന് ഡോക്ടറും പറയാട്ടോ. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ ഇന്ദ്രൻ ഇപ്പൊ എന്നോട് നന്ദി പറയായിരിക്കും പല്ലവി എന്നിങ്ങനെ കാത്തിരിക്കുകയാണ്. പക്ഷെ പല്ലവി നന്ദി പറയണമെന്നുണ്ട്, കാരണം തന്റെ അനിയത്തിയുടെ ജീവനും കുഞ്ഞിന്റെ ജീവനും ഒരുപോലെ രക്ഷിച്ചതാണല്ലോ. പക്ഷെ അതൊന്നും പറയാൻ തന്നെ പല്ലവി തയ്യാറില്ല, കാരണം ഇന്ദ്രൻ അത്രമാത്രം ക്രൂരത ചെയ്തിട്ടുണ്ടല്ലോ. അതിനുശേഷം നമ്മുടെ പാറുവിനെ രക്ഷിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ രാജലക്ഷ്മിക്ക് ഇന്ദ്രനോടുള്ള ദേഷ്യവും വൈരാഗ്യവും ഒക്കെ പൂർണ്ണമായിട്ട് പോകുക കേട്ടോ. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീട്ടിൽ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.